ഒരുവിധം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അല്ല തിരുമേനിയുടെ പൂണൂലിൽ എന്താ വയറ് കണക്കിരിക്കുന്നത്? അത് തിരുമേനിയാകുമ്പോ പൂണൂല് നിർബന്ധമുള്ളൂ. പക്ഷെ നോമ്പൊന്ന് പൂണൂലിടാൻ മറന്നിരിക്കുന്നു. അപ്പൊ ഇതെന്താ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റാ. ഫോൺ പവർ ബാങ്കിൽ കുത്തിയിട്ടിരിക്കുക. ഇതാകുമ്പോ ഫോണ് ചാർജ് ആവുകയും കാണുന്നവർക്ക് പൂണൂല് പോലെ തോന്നുകയും ചെയ്യും. അത് നല്ലതാ. ഇനി പ്രധാന ചടങ്ങ് കൊച്ചിന്റെ ചെവിയിൽ പേര് വിളിക്കലാണ്. പേര് കണ്ടുവച്ചിട്ടില്ലേ? ഇത്രയും ഐശ്വര്യമുള്ള തിരുമേനി തന്നെ ആ പേര് നിർദ്ദേശിക്കുന്നതല്ലേ നല്ലത്. അത് ശരിയാണ്. ആൺകൊച്ചല്ലേ, എങ്ങനത്തെ പേരാ വേണ്ടത്? നല്ലൊരു പുതുമയുള്ള പേരായിരിക്കും. ഇതുവരെ ആർക്കും കേട്ടിട്ടില്ലാത്തൊരു തരത്തിലുള്ള പേര് വേണം. പുതിയൊരു പേരില്ലേ? അക്ഷയ് എന്നിട്ടാലോ? ഞാൻ ഈ ഓഡിറ്റോറിയത്തിന്റെ 2ാം നിലയിൽ നിന്ന് താഴോട്ട് തുപ്പി വീഴുന്ന ഒരു അക്ഷയന്റെ തലയിലേക്ക്. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം. അച്ഛന്റെയും അമ്മയുടെയും പേര് ചേർത്തി ഒരു പേരിടാം. അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ നോക്കാം. അച്ഛന്റെ പേരെന്താ? ലംബോദരൻ. അമ്മയുടെ പേര് മന്ദാകിനി. അപ്പൊ അത് രണ്ടും ചേർത്ത് ലംബോർഗിനി കിട്ടോ? ശരി, എല്ലാം ഒഴിവാക്കി സിമ്പിൾ ആയിട്ട് നല്ല നിഷ്കളങ്കമായിട്ടൊരു പേര്. അതായത് കുട്ടികൾക്കൊക്കെ ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ താല്പര്യം തോന്നുന്ന അങ്ങനത്തെ. മനസ്സിലായി. മാത്രമല്ല പേരിലൊരു കുമാറും വേണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. ഈ വിമൽ കുമാർ എന്നൊക്കെ പോലെ. അങ്ങനെ പറയേ. ആലോചിക്കും. കുട്ടികളോട് താല്പര്യം. കുമാറും വേണം. കിട്ടി. എന്താ? ബോക്സോ കുമാർ.